അപ്പോൾ ഏവർക്കും ഞങ്ങളുടെ കുട്ടീസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുരുപ്പും അമ്മയും കൂടി ബ്യൂട്ടി പാർലറിലേക്ക് പോയി കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ സ്ഥലം പിടിച്ചു കേട്ടോ. അപ്പോൾ എന്നെ ആദ്യം എന്തെങ്കിലും ചെയ്തിട്ട് അമ്മേനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ളതായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം മുടി വെട്ടാനുള്ള താല്പര്യമായി കേട്ടോ. ഏറ്റവും അവസാനമായപ്പോഴത്തേക്ക് അവളത് അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. പിടിച്ചിരുത്തി അവളെ അങ്ങനെ മുടി വെട്ടാനായിട്ട് പോകാം കേട്ടോ. ഇപ്പം മുടി വെട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം പുറകു ഭാഗം മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ചേച്ചി തലയിലൊക്കെ സ്പ്രേ ചെയ്ത് കേട്ടോ. മുടി വെട്ടാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ലെവൽ ചെയ്ത് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അടങ്ങിയിരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ആളാണ്, ഭയങ്കര ബഹളമായിരിക്കും. അങ്ങനെ ചേച്ചി അങ്ങനെ മുടി വെട്ടാനായിട്ടൊക്കെ കാണിച്ച് നമുക്ക് മുടി വെട്ടിയാലോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവൾ മൂളിയൊക്കെ ചെയ്ത് വെട്ടാം എന്നൊക്കെ സമ്മതിച്ച്. അപ്പം അങ്ങനെ ചാരി കിടക്കുക കേട്ടോ, നല്ല സുഖിച്ച് ചാരി കിടക്കുക. അപ്പം ചേച്ചി അങ്ങനെ വെട്ടി തുടങ്ങി കേട്ടോ. മുടിയൊക്കെ അങ്ങനെ വെട്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ മുടി നമ്മൾ സ്വല്പം ലെവലാക്കി വെട്ടുന്നുണ്ട്. അപ്പോൾ അവളുടെ കണ്ണിലേക്ക് ആ മുടി കിടന്നുകൊണ്ടാണ് നമ്മൾ ലെവലാക്കി വെട്ടുന്നത്. അപ്പോൾ അവൾക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെട്ടിയ സമയത്ത്. എന്തായാലും വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആളിപ്പം കരഞ്ഞ് പിഴിഞ്ഞേനെ. എന്തോ അപ്പടുത്തായതുകൊണ്ടാണ് ഇപ്പോൾ ആൾ നല്ല അടങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര എന്തോ ഇറിറ്റേഷൻ വരാം, മുടി വീണതിൻ്റെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആൾ അപ്പേനിടക്ക് നോക്കിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അങ്ങനെ വെട്ടി ലെവലൊക്കെ ചെയ്തു. മുടിയുടെ ഫ്രണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ലെവൽ ചെയ്തു. പിന്നെ പുറകിൽ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പുറകിൽ ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് വെട്ടാൻ ചെന്നപ്പോഴത്തേക്ക് ആൾക്കൊരു ഇക്കിളി കൂട്ടായി. അങ്ങനെ പെട്ടെന്ന് തല ചരിച്ച് കളഞ്ഞു കേട്ടോ. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്നെ ഒന്ന് നോക്കി, പിന്നെ അപ്പേനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. മുടി ഇരുന്നുകൊണ്ട് ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ടിരുന്നതുകൊണ്ടാണ് അപ്പേനെ നോക്കിയത്. ചൊറിയുന്നുണ്ടായിരുന്നു, മുടി വീണപ്പോൾ ആൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ ഏറ്റവും ട്രിമ്മ് ചെയ്യാൻ സമയത്ത് ആളൊന്ന് ഇച്ചിരി തലയൊക്കെ ഇട്ട് ആട്ടി കേട്ടോ. അപ്പം ഞാനും ഒന്ന് കയറി പിടിച്ചു. അപ്പം അങ്ങനെ ആൾ ഇരുന്നു കേട്ടോ. അവൾ ത്രെഡ് ചെയ്യുന്ന നൂലൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ ആൾ അതും പിടിച്ചിട്ടിരുന്നു. ട്രിമ്മ് ചെയ്യുന്ന മെഷീൻ വെക്കുമ്പോഴത്തേക്ക് അവൾക്കൊരു എന്തോ ഒരു ഇക്കിളി കൂട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് തലയ്ക്ക് കുനിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഞാനും ആളെ കയറി പിടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആൾ അവിടെ സേഫായിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ട്രിമ്മർ വെച്ച ആൾ മുടിയൊക്കെ വെട്ടി റെഡിയായി കേട്ടോ. ഇത് ഞങ്ങൾ അവസാനം കേട്ടോ ആൾക്ക് മുടി വെട്ടി കൊടുത്തത്. സത്യത്തിൽ ഞാൻ ആദ്യം ഈ വീഡിയോ കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആൾക്ക് വൈഫിന് ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമ്മളെന്തായാലും ഇതിൻ്റെ പുറകെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആളിങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. മുടി വെട്ടി ഏറ്റവും അവസാനം ഇപ്പോൾ സുന്ദരി കുട്ടിയായപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നു. പിന്നെ ഏറ്റവും ദിവസം ഇപ്പോൾ ക്ലീനപ്പ് തുടങ്ങി കേട്ടോ. ക്ലീനപ്പ് തുടങ്ങി. ഇപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള മുഖത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലീനപ്പ്. അപ്പോൾ വൈഫ് അങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുക കേട്ടോ ക്ലീനപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആളങ്ങനെ റെഡിയായി. അപ്പം ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് കേട്ടോ ഈ കട തുടങ്ങിയിരിക്കുന്നത്. ചേച്ചി പുതിയതായിട്ട് തുടങ്ങിയ കടയാണ് ഇത്. മൗലീസ് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തണ്ണീർമുക്കം മുഹമ്മദ് റൂട്ടിൽ പുത്തനങ്ങാടി ജംഗ്ഷനിൽ വന്നിട്ട് പഴയ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് വന്നു കഴിയുമ്പോൾ സിവിൽ സപ്ലൈയുടെ കിഴക്ക് വശത്തായിട്ടാണ് മൗലീസ് ബ്യൂട്ടി പാർലർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ചേച്ചിയുടെ നമ്പറാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നതാണ്. മേക്കപ്പും കാര്യങ്ങളും ഹെയർ എണ്ണയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. എല്ലായിടത്തേക്കാളും ചെയ്യുന്ന രീതിയിലല്ല നമ്മളിവിടെ, പരമാവധി റേറ്റ് കുറച്ചാണ് നമുക്ക് സാധാരണക്കാരൻ താങ്ങാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് റൂട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ സ്ഥലത്ത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ മുഖത്തെ അഴുക്കെല്ലാം കളയുന്നതിന് വേണ്ടിയിട്ട് ആൾ മേക്കപ്പ് കാര്യങ്ങൾ തുടങ്ങി കേട്ടോ. ക്ലീനപ്പ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് പോകുന്നതെന്ന് വെച്ചാൽ
അത് കഴിഞ്ഞ് നമ്മൾ ചെയ്തത് പെഡിക്യൂറാട്ടോ. പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളെ കാലിലുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം പോകുന്നതാണ്. ചേച്ചി പറഞ്ഞു നമ്മളെ കാല് ഫുള്ളായിട്ട് ക്ലീനാകും എന്നാണ് കേട്ടോ ആൾ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻസ് കൂടും എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുസൃതി കുട്ടി ഒരു രക്ഷയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങി. പിന്നെ ആൾ അവിടുന്ന് വരാന്ന് പെറുക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ പുറകെ മോളെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ സാധനം എനിക്കറിയില്ല, നമ്മൾ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്കറിയില്ല. അപ്പം പെണ്ണുങ്ങളല്ലേ, അപ്പോൾ ഇടയ്ക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അവരുടെ മുഖത്ത് ഇടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ആ സാധനം തുടച്ചോളാം കേട്ടോ. തുടച്ച് മുഖം നല്ല രീതിയിൽ ക്ലീനായി കേട്ടോ. അവളുടെ മുഖത്തുണ്ടായിരുന്ന കുറേ അഴുക്കുകളല്ല, മുഖം നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ ആൾ അവരുടെ കൂട്ടത്തിൽ കളിയും കാര്യങ്ങളൊക്കെ ആയി. ആൾ പിന്നെ ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും അടുത്ത സെക്ഷനിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു വിട്ട് ക്ലീനപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പെഡിക്യൂറായി. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആൾക്ക് അവസാനമാണ് മുടി വെട്ടിയെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ വന്ന് കിടന്ന് ചാടി ഓട്ടം ബഹളമായി. അവിടെ കസേര വലിഞ്ഞ് കയറാൻ നോക്കി. ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും ആ വെള്ളത്തിലൊക്കെ ഒന്ന് തൊടാനൊക്കെ നോക്കി കേട്ടോ. ഏറ്റവും അവസാനം എന്താ പറയുക, അവളെ എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് പോയെന്ന് നമുക്ക് പോലും അറിയില്ല. ഇടയ്ക്ക് വന്ന് ആ വെള്ളത്തിലൊക്കെ കയ്യിൽ മുക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, എടുത്ത് അവളുടെയും കാലെടുത്ത് അതിൻ്റെ അകത്ത് മുക്കി വെക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയുടെ പിള്ളേരുടെ കൂട്ടത്തിൽ അവർ കളിയായി. ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ മാറിക്കിടന്ന് അവർ രണ്ടുപേരായിട്ട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സന്തോഷം കേട്ടോ അവരെ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല അപ്പം ഇനിയെ ഞങ്ങളുടെ ചാനൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള വീഡിയോകളെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ വരും വരെ ബൈ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയിൽ കാണാം നമുക്ക്.